നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 8, 2025 ചൊവ്വ. അങ്ങനെ ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുണ്ടായി. ലാസ്റ്റ് 30 മിനിറ്റ് റാലിയാണ് നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് നേട്ടത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സഹായിച്ചത്. സെൻസെക്സ് 300 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. നിഫ്റ്റി തത്സമയം 25,500 എന്ന ലെവലിന് മുകളിലായിട്ടും ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിലും ബാങ്കിംഗ് സ്റ്റോക്കുകളിലും ഉണ്ടായ റാലിയെ തുടർന്ന് ഇന്ന് ഫിൻനിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കൊക്കെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. തത്സമയം നിഫ്റ്റി റിയാലിറ്റി തുടർച്ചയായി ഇന്ന് 3-ാം ദിനത്തിലും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. നിഫ്റ്റി ഓട്ടോ 3-ാം ദിനത്തിലും നഷ്ടത്തോടു കൂടിയിട്ടാണ് തുടർച്ചയായിട്ട് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. തത്സമയം നിഫ്റ്റി ഫാർമ തുടർച്ചയായി 2 ദിവസം ഇന്നത്തോടു കൂടിയിട്ട് നെഗറ്റീവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾ അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പ് ഒക്കെ ഇന്ന് നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ഇറ്റേണൽ, ഏഷ്യൻ പെയിന്റ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടമുണ്ടാക്കിയപ്പോൾ ടൈറ്റാൻ, ഡോക്ടർ റെഡ്ഡീസ്, ബജാജ് ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. ഇന്ന് NSEയിൽ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോൾ 1192 കമ്പനികൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 1452 കമ്പനികൾ ഇന്ന് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിക്കുന്നതായി കണ്ടത്. ഇന്ന് രാവിലെ നമ്മുടെ മാർക്കറ്റിൽ ഫ്ലാറ്റ് ആയ ഒരു സെക്ഷൻ ആയിരുന്നു ദൃശ്യമായിരുന്നത്. അതിന് പ്രധാനമായിട്ടും കാരണമായത് ഇന്നലെ US മാർക്കറ്റിൽ നടന്ന ആക്ടിവിറ്റീസ് തന്നെയാണ്. കാരണം ട്രംപ് 14 രാജ്യങ്ങൾക്കെതിരെ പുതിയ താരിഫ് നയങ്ങൾക്കുള്ള ലെറ്റർ നൽകുകയും ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അതിനു മുന്നോടിയായിട്ട് ഇന്ന് രാത്രിയിൽ 10 മണിയോട് കൂടിയിട്ട് ഇന്ത്യയും US തമ്മിലുള്ള ഒരു മിനി ഡീല് താരിഫിനെ കുറിച്ച് നടക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്ത്യയുമായിട്ടുള്ള താരിഫ് ഡീലുകളൊക്കെ ഏകദേശം ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 1 ഇന്ത്യയുടെ ട്രേഡ് താരിഫ് ഡെഡ് ലൈൻ നീട്ടി നൽകുകയും ഉണ്ടായി. ഈ മാസം 9 മറ്റുള്ള രാജ്യങ്ങൾക്കായിട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട്. കാരണം നെഗോസിയേഷൻ നടത്താത്തവരും ഇതുവരെ ഒരു ചർച്ച പോലും സംഘടിപ്പിക്കാത്ത രാജ്യങ്ങളൊക്കെ അതിന്റെ ഭീഷണി തന്നെ നേരിടുന്നുണ്ട്. ഇന്ന് ബംഗ്ലാദേശിന് 35% അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഇന്ന് 5% മുതൽ 8% റാലി രേഖപ്പെടുത്തുകയുണ്ടായി. എസ്പെഷ്യലി ട്രെൻഡിലൊക്കെ ഇന്ന് 6% റാലി തൽഫലമായിട്ട് കാണുവാനായിട്ടും സാധിച്ചു. താൽക്കാലികമായിട്ട് ഇന്ന് ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മാർക്കറ്റിന് ഒരു ആശ്വാസം കിട്ടിയത് മൂലം അവസാനത്തെ 30 മിനിറ്റില് ഇന്ത്യൻ മാർക്കറ്റിലെ ആത്മവിശ്വാസം തിരികെ കൈവരുന്നതായിട്ട് കണ്ടു. ഇനി നമുക്ക് ഇന്ന് രാത്രിയിലൊക്കെ അറിയാൻ പറ്റും നമ്മുടെ ഇന്ത്യയുടെ US മിനി ഡീലിനെ കുറിച്ചും അതിന്റെ ഡെവലപ്മെന്റ്സുകളും അതിന്റെ ഔട്ട്കമ്മിനെയൊക്കെ കുറിച്ച്. സോ എല്ലാം നല്ലതായിട്ട് നടക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. പക്ഷേ ഇന്നും നാളെയുമായിട്ട് US നിന്നും മറ്റു പല രാജ്യങ്ങൾക്ക് എതിരെയുമുള്ള താരിഫ് നയങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരും. അത് ഗ്ലോബൽ മാർക്കറ്റിനെ തീർച്ചയായിട്ടും ബാധിക്കും. അമേരിക്കയുമായി ഇന്ന് ഇന്ത്യ മിനി ഡീൽ നടക്കുമെന്ന പ്രതീക്ഷ കൈവന്നതിനാലും അതുപോലെ തന്നെ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓഗസ്റ്റ് 1 എക്സ്റ്റെൻഡ് ചെയ്തതിനാലും എക്സ്പോർട്ടേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം തന്നെയാണ്. സോ അത് നമ്മുടെ മാർക്കറ്റിലെ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് അവസാന നിമിഷം പ്രതിഫലിക്കുക ഉണ്ടായത്. ഇന്ന് ഓട്ടോ സെക്ടറും ഫാർമ സ്റ്റോക്സ് ഒക്കെ ഫോൾ ആകാൻ ഒരു പരിധി വരെ കാരണം ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട ആശങ്കകൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ നീക്കങ്ങളുടെ ഭാഗമായിട്ടാകാം ഇന്നൊരു പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 2026 കൂടിയിട്ട് പാചകവാതകത്തിന്റെ 10% ഇറക്കുമതി ഇന്ത്യ അമേരിക്കയിൽ നിന്നും ആക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് പുതിയ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട നെഗോസിയേഷനെയൊക്കെ തുടർന്ന് ആകാൻ സാധ്യതകൾ ഏറെയാണ്. SEBIയുടെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 4 വർഷത്തില്, അതായത് ലാസ്റ്റ് 4 വർഷം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ റീറ്റെയിൽ ട്രേഡേഴ്സിന് 2.87 ലക്ഷം കോടി രൂപ നഷ്ടമായെന്നൊരു റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റീറ്റെയിലേഴ്സിന് നഷ്ടം കുറയ്ക്കുവാനായിട്ട് SEBI പുതിയ മെഷേഴ്സ് എടുക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഓപ്ഷൻ ലിവറേജ് ക്യാഷ് എക്സ്പോഷറുമായിട്ട് സംയോജിപ്പിക്കുവാൻ സാധ്യതകൾ ഉണ്ടെന്ന വാർത്തകൾ വരുന്നുണ്ട്. തൽഫലമായിട്ട് BSEയിലും ഏഞ്ചൽ 1 സ്റ്റോക്സിലൊക്കെ
9% മുകളില് ഇന്ന് ഇടിവ് രേഖപ്പെടുത്തുന്നതായിട്ടും കണ്ടു. സോ സെബിയുടെ ഭാഗത്തു നിന്നും കുറച്ച് നാളുകളായിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സിനെ നിരുത്സാഹപ്പെടുത്തുവാനും പാർട്ടിസിപ്പേഷൻ കുറയ്ക്കുവാനും അവരുടെ നഷ്ടം കുറയ്ക്കുവാനൊക്കെ കുറേ മെഷേഴ്സ് എടുക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ലാസ്റ്റ് വന്ന എക്സ്പയറി ഡേ അഡീഷണൽ മാർജിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇനി ജെയിൻ സ്ട്രീറ്റിനെ സെബി വിലക്കിയത് കൊണ്ട് മൂലമാണോ, അല്ലെങ്കിൽ ജെയിൻ സ്ട്രീറ്റിനെ സെബി വിലക്കിയപ്പോൾ ഇതുപോലെ തന്നെ ഏതെങ്കിലും മാനിപ്പുലേറ്റേഴ്സ് താൽക്കാലികമായിട്ട് പിൻവലിഞ്ഞത് കൊണ്ടാണോ എന്നൊക്കെ അറിയത്തില്ല. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം വലിയ ഒരു വോൾട്ടാലിറ്റി കാണുന്നില്ല. ഇന്ന് ഇന്ത്യ വിക്സ് 3% കൂൾ ഓഫ് ആകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തൊക്കെ ആയാലും യുഎസിന്റെ ഭാഗത്ത് നിന്ന് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുന്ന ആക്ഷൻസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിലും ഒരു പരിധി വരെ റിഫ്ലക്റ്റ് ആവും. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ ഒന്ന് പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവില് നേരിയ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സില് UK മാർക്കറ്റും ജർമ്മൻ മാർക്കറ്റും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. തത്സമയം ഫ്രാൻസ് മാർക്കറ്റ് നേരിയ നഷ്ടത്തിലാണ്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് സെന്റിമെന്റ്സ് തന്നെയാണ് കാണുന്നത്. തായ്വാൻ മാർക്കറ്റും തായ്ലാന്റ് മാർക്കറ്റും മാത്രമേ ഇന്ന് നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിച്ചിട്ടുള്ളൂ. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റിനും കൊറിയൻ മാർക്കറ്റിനൊക്കെ ട്രംപിന്റെ അഡീഷണൽ 25% താരിഫിന്റെ ലെറ്ററുകൾ കിട്ടിയെങ്കിൽ കൂടിയിട്ടും അവയൊക്കെ ഇന്ന് നേട്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. കൊമോഡിറ്റിയില് ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലൊക്കെ ഇടിവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗോൾഡും നേരിയ ഇടിവിലാണ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. BPCL നൗമ സ്റ്റോക്കിന് ബൈ റേറ്റിംഗ് നൽകുകയുണ്ടായി. 26% അപ്സൈഡ് ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് 435 രൂപ പെർ ഷെയർ എന്ന നിലയിലും നൽകിയിട്ടുണ്ട്. സീമെൻസ് എനർജീസ് ജെഫ്രീസ് സ്റ്റോക്കില് ബൈക്കോൾ നൽകിയിട്ടുണ്ട്. 3500 രൂപ പെർ ഷെയർ എന്ന ടാർഗറ്റ് പ്രൈസും നൽകിയിട്ടുണ്ട്. കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 12.7% അപ്സൈഡ് ആണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അദാനി പവർ 4000 കോടി രൂപ മുടക്കി. വിദർഭ ഇൻഡസ്ട്രീസ് പവറിനെ അക്യൂസിഷൻ നടപടികൾ പൂർത്തിയാക്കി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. PC ജ്വല്ലർ ഏതാനും കുറച്ച് ട്രേഡിംഗ് സെക്ഷനിലായിട്ട് സ്റ്റോക്ക് അപ്പർ സർക്യൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് 8% സ്റ്റോക്ക് ഇടിവ് രേഖപ്പെടുത്തി. കാരണം എക്സ്ചേഞ്ചുകൾ സ്റ്റോക്കിലെ നിരീക്ഷണം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ്. PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് Q1 റിസൾട്ടില് 2.8% ഉയർച്ച രേഖപ്പെടുത്തി. ഇയർ ഓൺ ഇയറില് 1714 കോടി രൂപ റവന്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റീറ്റെയിൽ സെഗ്മെന്റിലെ ബിസിനസ് 19.4% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഗ്ലെൻ ഇൻഡസ്ട്രീസ് ഇന്ന് IPO ഓപ്പൺ ആയിട്ടുണ്ട്. BSE SME പ്ലാറ്റ്ഫോമില് 92 രൂപ മുതൽ 97 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ് പറഞ്ഞിരിക്കുന്നത്. ജൂലൈ 10 IPO ക്ലോസ് ആകും. JSW ഇൻഫ്രാസ്ട്രക്ചർ 740 കോടി രൂപയുടെ പുതിയ പ്രൊജക്ട് കൊൽക്കത്ത തുറമുഖവുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.